ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും പ്രിയങ്കരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേസൻ ബർഫി അഥവാ കടലമാവ് വെച്ചുള്ള മിഠായിയാണ്. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബേസൻ ബർഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ്. നെയ്യ് ചൂടായി വരുമ്പോൾ തീ ഒന്ന് ലോ ആക്കി വെച്ചിട്ട് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഉടൻ തന്നെ ഇളക്കി കൊടുക്കാം. നെയ്യ് കടലമാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായി പിടിച്ചു വരട്ടെ. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കാണുമ്പോൾ തോന്നും നെയ്യ് കുറവാണെന്ന്. അല്ല, കുറച്ചു നേരം കഴിയുമ്പോൾ നെയ്യൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരും. ഒരു 1/4 കപ്പ് റവ കൂടി ചേർക്കുന്നു. ഇത് ചെറിയ റവയാണ്. നന്നായി മിക്സ് ചെയ്ത് വറുത്തെടുക്കണം. കടലമാവ് നന്നായി വറുത്തെടുക്കണം. നന്നായി റോസ്റ്റ് ആവണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച രുചി, പച്ച കുത്തു വരും. ഇപ്പം നെയ്യ് ചെറുതായി വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം, നല്ലൊരു ഫ്ലേവറിനായി. കടലമാവ് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു മണം വരും. അതുപോലെ കളർ, ആ മഞ്ഞ കളർ മാറി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരും. അങ്ങനെ കളർ മാറി വരുന്നിടം വരെ നന്നായി ഇളക്കി വറക്കണം. ഇപ്പൊ കാണാമല്ലോ, നെയ്യൊക്കെ നന്നായി ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നട്ട്സ് പൊടിച്ചത് ചേർക്കുന്നു. ബദാമും കാഷ്യൂ നട്ട്സും പൊടിച്ചത് കൂടെ ചേർത്തൊന്ന് നന്നായി ഇളക്കി വറക്കാം. നട്ട്സ് ചേർക്കുക എന്നുള്ളത് നിർബന്ധമില്ല. ഞാൻ എൻ്റെ ഉള്ളതുകൊണ്ട് അങ്ങ് ചേർത്തന്നേ ഉള്ളൂ. ഇപ്പൊ കടലമാവ് വറുത്തതിൻ്റെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ആ കളറും ഒക്കെ ഒന്ന് ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക്, 1 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നു. നല്ലതായി ഇളക്കി കൊടുക്കാം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ എടുക്കും കടലമാവ് നല്ലതായിട്ടൊന്ന് വറുത്ത് നല്ല മണമൊക്കെ ആയിട്ട് നല്ലതായിട്ടായി വരാൻ. ഇവിടെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയോടെ ചേർക്കുന്നു. നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചു നേരം കൂടെ വറക്കാം. ഇതിൽ നിന്ന് ആ നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇതിപ്പം കണ്ടില്ലേ, നല്ല മാവ് പരുവത്തിലായിട്ടുണ്ട്. ഇതിനി കുറച്ചു നേരം കൂടെ ഒന്ന് വരട്ടി നല്ല ടൈറ്റ് ആക്കി എടുക്കണം. ഇതിപ്പം നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു ഗ്രീസ് ചെയ്തെടുത്ത് ട്രേയിലേക്ക് മാറ്റാം. അതിനായി ഞാനിവിടെ ഒരു ട്രേയിലേക്ക് കുറച്ച് എണ്ണമയം പുരട്ടി ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കടലമാവ് ബർഫി ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. പാറ്റില വെച്ച് തന്നെ ഒന്ന് പരത്തി നന്നായി ലെവൽ ചെയ്തെടുക്കണം. മുകൾ ഭാഗം നല്ല സ്മൂത്ത് ആക്കി എടുക്കുന്നതിനായി ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് നന്നായി പ്രസ് ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ പാടായിരിക്കും. ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. സ്ക്വയറോ റെക്ടാങ്കിളോ ഡയമണ്ടോ എന്തെങ്കിലും. ഞാനിവിടെ സ്ക്വയർ ആയിട്ട് പീസ് ചെയ്യുന്നു. മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും ചേർക്കാവുന്നതാണ്. പിസ്തയോ ബദാമോ എന്തെങ്കിലും. ഒന്ന് നന്നായി പ്രസ് ചെയ്ത് വെക്കാം, പെട്ടെന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടി. ഇതിനി ഒന്ന് സെറ്റാകാൻ വേണ്ടി 1 മണിക്കൂർ, കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് അടച്ചു വെക്കണം, പിന്നെ ഇളക്കി എടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കാം.
ബേസൻ ബർഫി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഏത് ഫെസ്റ്റിവൽ സമയത്തും ബേസൻ ബർഫി ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇപ്പം നവരാത്രി ദിനങ്ങളാണല്ലോ, നവരാത്രിയുടെ സമയത്ത് ഉണ്ടാക്കാം. ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി ഉടനെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു. ടേക്ക് കെയർ.